ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ സുഖോ-30 MKI തേജസ് യുദ്ധവിമാനങ്ങൾക്കായി 200 ആസ്ട്ര എയർ ടു എയർ മിസൈലുകൾ നിർമ്മിക്കാൻ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയ്ക്കും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിനും അനുമതി നൽകിയിരിക്കുന്നു. അടുത്തിടെ ഇന്ത്യൻ എയർഫോഴ്സ് ഡെപ്യൂട്ടി ചീഫ് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിന്റെ ഹൈദരാബാദ് സന്ദർശനത്തിനിടെയാണ് DRDOയ്ക്കും പൊതുമേഖലാ സ്ഥാപനമായ BDLനും അനുമതി ലഭിച്ചത്. DRDO ആണ് പദ്ധതിയുടെ വികസന ഏജൻസിയെങ്കിൽ BDL ആണ് ഇതിന്റെ നിർമ്മാണ ഏജൻസി എന്ന് മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. അതായത് ഇന്ത്യൻ സായുധ സേനയുടെ വ്യോമാക്രമണ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ആസ്ട്ര പ്രോഗ്രാമിന്റെ ഭാഗമാണ് ഈ എയർ ടു എയർ മിസൈലുകളുടെ ശ്രേണി. MK2വിന്റെ മുൻഗാമിയായ ആസ്ട്ര MK1 മിസൈൽ ഇതിനകം തന്നെ IAFലും നേവിയിലും വിജയകരമായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. നിലവിൽ ആസ്ട്ര MK2 മിസൈലുകളുടെ ജോലികൾ നടക്കുന്നുണ്ട് എന്നും 130 കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ച് മിസൈലിന്റെ ആദ്യ പരീക്ഷണം വരും മാസങ്ങളിൽ നടക്കുമെന്നുമാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. മിസൈലിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാൻ പ്രത്യേക മോട്ടോർ വികസിപ്പിക്കുന്നതിലാണ് DRDO ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിലവിലുള്ള ആസ്ട്ര MK1 മിസൈലിന് 100 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി ഉള്ളത്. ഇത് നീട്ടാനും സാധ്യതയുണ്ട്. 2001 DRDO വിവിധ പങ്കാളികളുമായി ചർച്ച ആരംഭിച്ചതോടുകൂടിയാണ് ഈ തദ്ദേശീയമായ എയർ ടു എയർ മിസൈൽ സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള യാത്ര ആരംഭിച്ചത് തന്നെ. വിഷ്വൽ പരിധിക്കപ്പുറം എതിരാളികളുടെ ലക്ഷ്യങ്ങളെ നേരിടാൻ ശേഷിയുള്ള ഒരു മിസൈൽ സംവിധാനം രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു DRDOയുടെ ലക്ഷ്യം. ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി ഈ പദ്ധതിയുടെ നോഡൽ ലാബായി പിന്നീട് കണ്ടെത്തുകയും പ്രാഥമിക പഠനങ്ങൾ നടത്തുന്നതിനും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി ഒരു സമർപ്പിത ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും ചെയ്തു. ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്ന തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ ആസ്ട്ര എയർ ടു എയർ മിസൈലുകൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഒരു സുപ്രധാന നാഴികക്കല്ലായി തീരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.